ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രമിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു തണുപ്പും അനുഗ്രഹവുമായി മാറുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ഊതിക്കഴിക്കുന്നവൻ്റെ അഗ്നി ഭാഗം 1. അതിൻ്റെ മനപ്പാഠവാക്യം നൽകിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നമുക്കറിയാം, ലബോദിക്കയ്ക്ക് ഉപയോഗിച്ച വിവരണങ്ങളിൽ അവസാനത്തെ 3 വിപുലീകരിക്കുവാൻ ക്രിസ്തു എടുത്തു. ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. വെളിപാട് 3:17. ലവോദിക്ക സഭയുടെ ദൂത് തന്നെ നമുക്ക് വായിച്ചു കേൾക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അതായത് ഇന്നത്തെ ആത്മീയ മണ്ഡലത്തെ ശരിയായ നിലയിൽ വിലയിരുത്തിക്കൊണ്ടാണ് ലവോദിക്ക സഭയ്ക്ക് ദൂത് എഴുതുന്നതായി കാണുവാൻ തക്കോണം സാധിക്കുന്നു. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്നറിയാതിരിക്കിയാൽ, അപ്പോൾ നമ്മെ തന്നെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥിതിവിശേഷങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലനായ യോഹന്നാന് ലഭിച്ച ദർശനത്തിൽ അദ്ദേഹം പറയുകയാണ്, നീ സമ്പന്നനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്വയം വിലയിരുത്തപ്പെടേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നാം സ്വയം വിലയിരുത്തപ്പെടാതെ ഇരിക്കുമ്പോഴാണ് ആത്മീയതയിൽ വലിയ മരവിപ്പ് സംഭവിക്കുന്നതായി കാണുവാൻ തക്കോണം സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ആത്മീയ പക്വതയില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് സഭ കൂപ്പുകുത്തുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ പ്രധാന കാരണം സ്വന്തം ജീവിതാനുഭവങ്ങളെക്കുറിച്ച് വിലയിരുത്തുവാനോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വയം ഒരു വിലയിരുത്തലിനായി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുകയാണെങ്കിൽ നാം ധന്യരായി തീരുവാൻ തക്കോണം ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാം ധന്യരായി തീരണമെങ്കിൽ ആത്മീയമായ ഒരു പക്വത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ പ്രാരംഭ താളുകളിൽ പറഞ്ഞതുപോലെ നമ്മുടെ അവസ്ഥകളെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കുക. എന്ന് മനസ്സിലാക്കണം? അതായത് ദരിദ്രൻ, കുരുടൻ, നഗ്നൻ, ഈ 3 അവസ്ഥകളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുവാൻ തക്കോണം സാധിക്കും. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഒരു ആത്മീയ മുരടിപ്പ് സമൂഹത്തിൽ കടന്നു വരുവാൻ തക്കോണം കാരണമായി തീരുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ വിശ്വാസത്തിൽ സമ്പന്നരായി തീരണമെങ്കിൽ നാം വിശ്വാസത്തിൻ്റെ നായകനായ യേശു ക്രിസ്തുവിനെ ശരിയായ നിലയിൽ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കഷ്ടതയുടെ ചൂളയിലൂടെ പരീക്ഷിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ സ്വഭാവം. യിശയ്യാവ് 48:10 പറയുന്നു, അപ്പോൾ മാത്രമേ നിങ്ങൾ സമ്പന്നരാകൂ. ലവോദിക്കക്കാരെ പോലെ ഭൗതിക വസ്തുക്കൾ കൊണ്ടല്ല, മറിച്ച് വിശ്വാസത്തിൽ സമ്പന്നനും
യാക്കോബ് 2:5 സൽപ്രവർത്തികളിൽ സമ്പന്നനും കൊടുക്കുവാൻ തയ്യാറുള്ളവനും പങ്കുവയ്ക്കുവാൻ മനസ്സുള്ളവനും 1 തീമോഥെയോസ് 6:18 ആയിരിക്കണം. നമുക്കറിയാം, ഇന്നൊരു സ്വയം വിലയിരുത്തലിനായി നാം സ്വയം ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെടുവാൻ ഇടയാകുന്നില്ല എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായി മനസ്സിലാക്കേണ്ടിയ ഒരു വസ്തുനിഷ്ഠമായ വസ്തുത തന്നെയാണ്. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ധന്യത എന്ന് പറയുന്നത്, അതായത് വേദപുസ്തകം പറയുന്നു, താൻ പ്രവാചകനെന്നോ താൻ നീതിമാനെന്നോ പ്രവാചകനെന്നോ ഒരുവന് തോന്നുമെങ്കിൽ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ആത്മീയ സമ്പന്നതയിലേക്ക് നാം നയിക്കപ്പെടേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. ആത്മീയ സമ്പന്നത പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ യഥോചിതം ചെയ്യുവാൻ തയ്യാറാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് കാണുവാൻ സാധിക്കും. ലവോദിക്കക്കാർ ഏറ്റവും ആഡംബരമായ ഇനം വിറ്റിരിക്കാം, എന്നാൽ നമ്മുടെ നീതിപ്രവൃത്തികൾ ഒക്കെയും കറപുരണ്ട തുണി പോലെയാണ്. ഇശ്യാവ് 64:6 അങ്ങനെ പറയുന്നു, ആ മുഷിഞ്ഞ വസ്ത്രം നമ്മുടെ അകൃത്യത്തെ പ്രതികരിക്കുന്നു. സക്കരിയാവ് 3:4 നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ തന്നെ ശുദ്ധരാക്കുവാൻ കഴിയുകയില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഞാൻ നിങ്ങളെ വിലപിടിപ്പുള്ള അങ്കി ധരിപ്പിക്കും എന്നവൻ പറഞ്ഞു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന നിങ്ങളെക്കുറിച്ച് പറയത്തക്ക വിധം നിങ്ങൾ ധരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്ന വെള്ളയങ്കി ഇവയാണ്. വെളിപ്പാട് 7:14. നാം മനസ്സിലാക്കണം, നീതിയുടെ വസ്ത്രം ഏദൻ പർദീസിൽ വെച്ച് ആദ്യമായി നഷ്ടപ്പെട്ടു. ആ നീതിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടെടുത്ത് വെച്ച് ആ നീതിയുടെ വസ്ത്രം വീണ്ടും പുതുക്കി പണിയുവാൻ, അത് പുനഃസ്ഥാപിക്കുവാൻ, ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ കഷ്ടങ്ങളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. ഇന്ന് പകൽക്കാലം ലവോദിക്ക സഭയുടെ വീഴ്ചകൾ നമുക്ക് വരാതിരിക്കുവാൻ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നാം ശരിയായ നിലയിൽ ആത്മീയ നിലവാരത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നില്ല എങ്കിൽ നാം അമ്പെ പരാജയപ്പെടുവാൻ ഇടയായിത്തീരും. ആയതുകൊണ്ട് ഒരു പുതിയ ക്രിസ്തീയ വിശ്വാസത്തിന് ഉടമസ്ഥാവകാശികളായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ആയതുകൊണ്ട് വെളിപാട് പുസ്തകം 3:20 പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, പാപത്തിൻ്റെ വഴികളെ വിട്ടെറിയുവാൻ, പാപത്തിൻ്റെതായ എല്ലാ അധാർമികതകളെ മാറ്റിവിരിക്കുവാൻ, പുതുമനുഷ്യനായി തീരുവാൻ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാമെന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ലവോദിക്ക സഭയുടെ അവസ്ഥ ആയിരിക്കരുത് ഓരോ ദൈവവൈതലിന്റെ അവസ്ഥയെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോട് സകലത്തിലും വളരുവാൻ, ദൈവത്തിന് വിളി അനുസരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ, അനുഗ്രഹീതമായി നല്ല പ്രഭാവത്തിനായി സ്തോത്രം. ഈ ശബ്ദപരിധി ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യരായ ദൈവമക്കൾക്കുമായി സ്തോത്രം. ആത്മീയ സംതൃപ്തി പ്രാപിച്ച് മുന്നേറുവാൻ, ദൈവത്തിൻ്റെ തലയോട് സകലത്തിനും വളരുവാൻ
എല്ലാവരെയും സഹായിക്കണമേ. ശുശ്രൂഷ ചെയ്തെടുപ്പാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയോടെ യാചന കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഒരു നല്ല ദിവസം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.